everyone, welcome to Franklin's Lectures. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് കെമിസ്ട്രി ഫോർ ഇലക്ട്രിക്കൽ സയൻസിലെ മൊഡ്യൂൾ 3ലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് പോവാം. എന്താണ് ഡൈപോൾ മൊമെന്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 0 ബട്ട് ഇറ്റ്സ് അസിമെട്രിക് സ്ട്രെച്ചിങ് ഈസ് IR ആക്റ്റീവ്. അതിന്റെ കാരണം എന്താണ്? വൈ? എന്തുകൊണ്ടാണ് ഡൈപോൾ മൊമെന്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് 0യും ബട്ട് ഇറ്റ്സ് അസിമെട്രിക് സ്ട്രെച്ചിങ് ഈസ് IR ആക്റ്റീവ്? ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരുമ്പോഴല്ലേ IR ആക്ടിവിറ്റി കാണിക്കുക. പക്ഷെ ഇവിടെ എന്താണ് ഡൈപോൾ മൊമെന്റ് 0 ആണ്, പക്ഷെ അവരെന്തുണ്ട് IR ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്നാണ് ചോദ്യം. ഇപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? അതുപോലെ തന്നെയാണ് ഇതിൽ നിന്ന് വന്ന ഒരു വേറെ ക്വസ്റ്റ്യൻ ആണ് എന്ത്? ഡിസ്കസ് ദ IR ആക്ടിവിറ്റി ഓഫ് വേരിയസ് വൈബ്രേഷണൽ മോഡ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് molecule. Sketch all the possible modes of vibration in H2O molecule and which of them are IR active. അതായത് കാർബൺ ഡൈ ഓക്സൈഡിന്റെയും വാട്ടർ മോളിക്യൂൾസിന്റെയും എല്ലാ വൈബ്രേഷണൽ മോഡ്സ് ഓഫ് എന്ത് വരക്കുക, അതിൽ IR ആക്റ്റീവ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യും. ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം ആദ്യം, എന്നിട്ട് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ IR ആക്ടിവിറ്റിയുള്ള വൈബ്രേഷണൽ മോഡ്സ് കാണാനാണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഓരോന്ന് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന് 4 എണ്ണം ഉള്ളത്. എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഉണ്ട്, ഇൻ സിമെട്രിക് അസിമെട്രിക് സ്ട്രെച്ചിങ് വൈബ്രേഷൻ ഉണ്ട്, ബെൻഡിങ് ഇൻപ്ലെയിൻ വൈബ്രേഷൻ ഉണ്ട്, അതുപോലെ ബെൻഡിങ് ഔട്ട്പ്ലെയിൻ ഉണ്ട്. എന്തൊക്കെയാണുള്ളത്? സിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, അസിമെട്രിക് സ്ട്രെച്ചിങ് ഉണ്ട്, ബെൻഡിങ് ഇൻപ്ലെയിൻ ഉണ്ട്, ബെൻഡിങ് ഔട്ട്പ്ലെയിൻ ഉണ്ട്. ഇത് 4ആണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനുള്ളത്. അതിൽ ആരൊക്കെയാണ് IR ആക്റ്റീവ്, ആരൊക്കെയാണ് IR ഇനാക്റ്റീവ് നോക്കാം. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഇതല്ലേ കാർബൺ ഡൈ ഓക്സൈഡ്. ഇപ്പൊ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് ഇങ്ങനെയാണ് വിചാരിക്കുക, ഇലക്ട്രോൺസിന്റെ. ഇതെന്താണ്? സിമെട്രിക് ആണ് അല്ലെ, രണ്ടും സിമിലർ സൈസ് ആണ്. അപ്പൊ ഇത് സിമെട്രിക് ആണ്. സിമെട്രിക് ആവുമ്പോ തന്നെ എന്താണ്, അതുപോലെ തന്നെ ഇവരെന്താണ് സെയിം വേവ് ലെങ്തിലാണ് ഇങ്ങോട്ടും അങ്ങോട്ടും പോകുന്നത്. അപ്പൊ ഇവർ ഡൈപോൾ മൊമെന്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? സെയിം, അതായത് ഇങ്ങോട്ട് ഒരു -2 ഇങ്ങോട്ട് ഒരു +2 പോയി കഴിഞ്ഞാൽ -2 + 2 എന്തുമായി മാറും? 0 അല്ലേ. അപ്പൊ ഇവരെ ഡൈപോൾ മൊമെന്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താ? they will get 0 dipole moment. that means no change in dipole moment. ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് ഇല്ലെങ്കിൽ അവരെന്താണ്? IR ഇനാക്റ്റീവ് ആണ്. എന്താണ്? ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് ഇല്ലെങ്കിൽ അവരെന്താണ്? IR ഇനാക്റ്റീവ് ആണ്. ഇതാണ് എന്ത്? സിമെട്രിക് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇത് വൈബ്രേഷണൽ മോഡ്. അതെന്താണ്? 0 ഡൈപോൾ മൊമെന്റ് ആണ്, അതുപോലെ തന്നെ IR ഇനാക്റ്റീവ് ആണ്. ഇനി നോക്കാം അസിമെട്രിക് ആയി നോക്കാം. അസിമെട്രിക് എടുക്കുന്ന സമയത്ത് കണ്ടോ, ഇതാണ് അസിമെട്രിക്. സെയിം ഡയറക്ഷനിലായിരിക്കും. ഒന്ന് എന്താവും? ലെങ്ത് കൂടുതൽ, ഒരു സിമെട്രി ഇല്ല, ഡിഫറെന്റ് ആയിരിക്കും. അസിമെട്രിക് ഫോമിലാണ് കാണാം. ഇവരെന്താണ്? അസിമെട്രിക് ആണ്. ഓക്കെ, അസിമെട്രിക് ആണ്. അസിമെട്രിക് ആവുമ്പോ തന്നെ നോക്ക്, ഇത് കണ്ടാൽ തന്നെ അറിയാം ഇവരുടെ ലെങ്ത് സെയിം അല്ലല്ലോ. അപ്പൊ ഇവർക്ക് എന്തുണ്ട്? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഓക്കെ, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് ഉണ്ട്, കാരണം സെയിം ലെങ്ത് അല്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യും? ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരും. ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വന്നാൽ അവരെന്തായിരിക്കും? IR ആക്റ്റീവ് ആയിരിക്കും. IR ആക്റ്റീവ് ആവണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വേണം. സോ ദേ ആർ IR ആക്റ്റീവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ സിമെട്രിക് സ്ട്രെച്ചിങ്ങും അസിമെട്രിക് സ്ട്രെച്ചിങ്ങും പഠിച്ചു. സിമെട്രിക് സ്ട്രെച്ചിങ് ആൻഡ് അസിമെട്രിക് സ്ട്രെച്ചിങ്. ഓക്കെ, ഇനി ഇവർക്ക് 2 ബെൻഡിങ്ങും കൂടി ഉണ്ട്. നോക്കാം. ഇവരെ ബെൻഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇൻപ്ലെയിൻ, അതായത് പ്ലെയിനിന്റെ ഉള്ളിലേക്ക്, ഇതിപ്പോ ഒരു പ്ലെയിൻ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന്റെ ഉള്ളിലോട്ടുള്ള ഇതാണ് ബെൻഡിങ് ഇൻപ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും? ഉള്ളിലോട്ടായിരിക്കും വരാം. ഇതെന്താണ്? ബെൻഡിങ് ഇൻപ്ലെയിൻ. ബെൻഡിങ് ഇൻപ്ലെയിൻ ആയിരിക്കും. അപ്പൊ ഇവിടെ ബെൻഡിങ് ഇൻപ്ലെയിൻ ആവുന്ന സമയത്ത് ഇവർക്ക് എന്തുണ്ട്? ഇത് ഡിഫറെന്റ് ലെങ്തിലാണ് ഉള്ളിലോട്ട് വരുന്നത്. അപ്പൊ അവിടെ എന്ത് വരും? ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരും. ഓക്കെ, ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരുമ്പോൾ അവരെന്താവും? IR ആക്റ്റീവ് ആവും. ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ അവരെന്താവും? IR ആക്റ്റീവ് ആവും. ഇതാണ് ബെൻഡിങ് ഇൻപ്ലെയിൻ. അതുപോലെ ബെൻഡിങ് ഔട്ട്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്തോട്ട് വരുന്ന
അതെന്താ ചെയ്യുക, പുറത്തോട്ട് ബെൻഡ് ചെയ്യുക. ബെൻഡിങ് ഇൻ പ്ലേ എന്ന് പറയുമ്പോൾ ഉള്ളിലോട്ടാണെങ്കിൽ ബെൻഡിങ് ഔട്ട് പ്ലേ എന്ന് പറയുമ്പോൾ അത് പുറത്തോട്ട് ബെൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. എന്ത് ചെയ്യും, ഔട്ട് പ്ലെയിൻ ആണ്. അപ്പൊ പുറത്തോട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ബെൻഡിങ് ഔട്ട് പ്ലെയിൻ. ഓക്കെ, ബെൻഡിങ് ഔട്ട് പ്ലെയിൻ ആവുമ്പോഴും ഇവർക്ക് എന്തുണ്ട്, ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് ഉണ്ട്. കാരണം ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ഇത് ഇങ്ങോട്ടും ആകുമ്പോൾ എന്തായാലും എന്തുണ്ട്, അതെല്ലാം കൂടി ലെങ്ത്തിൽ ഡിഫറൻസ് വരും. അപ്പൊ ലെങ്ത്തിൽ ഡിഫറൻസ് വരുമ്പോൾ എന്താവും, ഡൈപോൾ മൊമെന്റിലും ചേഞ്ച് വരും ഇല്ലേ. ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. അപ്പൊ എന്താവും, ദേ ആർ IR ആക്റ്റീവ്. അവരെന്താവും, IR ആക്റ്റീവ് ആവും. അപ്പൊ നമ്മൾ ഇത് നോക്കൂ, ഇതിൽ എന്താണ്, അസിമെട്രിക്കും അതുപോലെ ബെൻഡിങ് ഇൻ പ്ലെയിനും ബെൻഡിങ് ഔട്ട് പ്ലെയിനും എന്താണ്, IR ആക്റ്റീവ് ആണ്. പക്ഷേ നമ്മുടെ സിമെട്രിക്കിൽ എന്താണ്, IR ഇനാക്റ്റീവ് ആണ്. IR ഇനാക്റ്റീവ് ആകാൻ കാരണം എന്താണ്, ദേ ഹാവ് സീറോ ഡൈപോൾ മൊമെന്റ്. കാരണം ഇതും സെയിം ഇതിൽ പോകുമ്പോൾ തന്നെ എന്താണ്, സപ്പോസ് ആ -2 +2 ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇങ്ങോട്ട് -2 ആണ്, ഇങ്ങോട്ട് +2 ആണെങ്കിൽ അത് രണ്ടും കൂട്ടുമ്പോൾ എന്താവും, -2 + 2 = 0 ആവും. അതുപോലെ തന്നെയാണ് ഇവിടെയും. ഇങ്ങോട്ടുള്ള ലെങ്ത്തിന്റെ ഇതും ഇങ്ങോട്ടുള്ള ലെങ്ത്തും കൂട്ടുമ്പോൾ നമുക്ക് 0 ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, സീറോ ഡൈപോൾ മൊമെന്റ് ആണ്. അപ്പൊ സീറോ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ IR ഇനാക്റ്റീവ്. IR ഇനാക്റ്റീവ് ആണ്. അസിമെട്രിക് ആവുമ്പോഴോ ഡൈപോൾ മൊമെന്റിൽ ചെറിയ ചേഞ്ച് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേ ആർ IR ആക്റ്റീവ്. ബെൻഡിങ് ഇൻ പ്ലെയിനിലും ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരുന്നുണ്ട്, ദേ ആർ IR ആക്റ്റീവ്. അതുപോലെ തന്നെയാണ് ഔട്ട് പ്ലെയിനിലും അവരെന്താണ്, IR ആക്റ്റീവ് ആണ്. അപ്പോൾ IR ആക്റ്റീവ് ആണ് ബെൻഡിങ് ഇൻ പ്ലെയിൻ, ബെൻഡിങ് ഔട്ട് പ്ലെയിൻ. അതുപോലെ തന്നെ അസിമെട്രിക്കിലും ദേ ആർ IR ആക്റ്റീവ്. ബട്ട് ഇൻ സിമെട്രിക്കിലോ IR ഇനാക്റ്റീവ് ആണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പോയേക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഡൈപോൾ മൊമെന്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 0. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഡൈപോൾ മൊമെന്റ് എത്രയാണ്, ഇവിടെ 0 ആണ്. ബട്ട് ഇറ്റ്സ് അസിമെട്രിക് സ്ട്രെച്ചിങ് ഈസ് IR ആക്റ്റീവ്. അവർ അസിമെട്രിക് സ്ട്രെച്ചിങ് എന്താണ്, IR ആക്റ്റീവ് ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അസിമെട്രിക് സ്ട്രെച്ചിങ്ങിന് എന്ത് ചെയ്യും, ഒരു ടെമ്പററി ഡൈപോൾ മൊമെന്റ് അവർക്ക് ഉണ്ടാവും. ഈ ഡൈപോൾ മൊമെന്റ് എന്തല്ല, പെർമനന്റ് അല്ല. ഇതെന്താണ്, ടെമ്പററി ആണിട്ടാണ് ഇവർക്ക് ഈ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുന്നത്. ഇവർക്ക് ഉണ്ടാവുന്ന ഡൈപോൾ മൊമെന്റ് എന്താണ്, ടെമ്പററി ഡൈപോൾ മൊമെന്റ് ആണ്. നമ്മുടെ അസിമെട്രിക്കിൽ ആർക്ക് ഉണ്ടാവുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. ടെമ്പററി ആയിട്ടാണെങ്കിലും അവിടെ ഡൈപോൾ മൊമെന്റ് ഉണ്ടാവുന്നില്ലേ, ടെമ്പററി ആയിട്ടാണെങ്കിലും പെർമനന്റ് ആയിട്ടാണെങ്കിലും ഡൈപോൾ മൊമെന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ അവരെന്താവും, IR ആക്ടിവിറ്റി കാണിക്കും. അത് ടെമ്പററി ആയിക്കോട്ടെ പെർമനന്റ് ആയിക്കോട്ടെ, പക്ഷെ അവരെന്ത് കാണിക്കും, IR ആക്ടിവിറ്റി കാണിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ആണ് അവരെന്തായത്, IR ആക്റ്റീവ് ആയത്. കാർബൺ ഡൈ ഓക്സൈഡ് ഹാസ് സീറോ ഡൈപോൾ മൊമെന്റ് ആണ്. എവിടെ, ലീനിയർ ആൻഡ് സിമെട്രിക്കൽ. സിമെട്രിക് ലീനിയറിൽ ദേ ആർ എന്താണ്, ഡൈപോൾ മൊമെന്റ് എത്രയാണ്, 0 ആണ്. അപ്പൊ ഡൈപോൾ മൊമെന്റ് 0 ആകുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് ഇതും എന്തായി മാറും, ക്യാൻസൽ ആകും. ഓക്കെ, ഹവർ ഡ്യൂറിങ് അസിമെട്രിക് സ്ട്രെച്ചിങ്, അസിമെട്രിക് സ്ട്രെച്ചിങ്ങിൽ എന്താണ്, സിമെട്രി ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് എ ടെമ്പററി ഡൈപോൾ മൊമെന്റ് ഈസ് ക്രിയേറ്റഡ്. ഇവിടെ എന്തുണ്ട്, ഒരു ടെമ്പററി ഡൈപോൾ മൊമെന്റ് എന്തുണ്ട്, ഉണ്ടാവുന്നുണ്ട്. Since the vibration produces a change in dipole moment, it becomes IR active. എന്താണ്, ചെറിയ രീതിയിൽ ടെമ്പററി ആയിട്ടാണെങ്കിലും അവർ ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ എന്താണ്, IR ആക്റ്റീവ് ആണ്. അവിടെ പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യണം എന്തില്ല, നിർബന്ധമില്ല. ടെമ്പററി ആയിട്ടാണെങ്കിലും അവർ എന്താണ്, IR ആക്റ്റീവ് ആണ്. അതുകൊണ്ടാണ് അസിമെട്രിക് സ്ട്രെച്ചിങ് എന്ത്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അസിമെട്രിക് സ്ട്രെച്ചിങ് IR ആക്റ്റീവ് ആവാൻ കാരണം. പക്ഷേ സിമെട്രിക് സ്ട്രെച്ചിങ്ങും IR ഇനാക്റ്റീവ് ആണ്. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് ഇതിൽ, എന്താണ്, സ്കെച്ച് ഓൾ ദ വൈബ്രേഷണൽ മോഡ്സ് ഇൻ H2O മോളിക്യൂൾ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മനസ്സിലായോ, സിമെട്രിക്കൽ എന്താണ്, IR ആക്റ്റീവ് ആണ്. അസിമെട്രിക്കൽ IR ഇനാക്റ്റീവ് ആണ്. അസിമെട്രിക്കൽ IR ആക്റ്റീവ് ആണ്. ബെൻഡിങ്ങിലും ഔട്ട് പ്ലെയിനിലും ഇൻ പ്ലെയിനിലും IR ആക്റ്റീവ് ആണ്. ഇതാണ് ഇതിന്റെ എന്ത്, വൈബ്രേഷണൽ മോഡ്സ്. ഇതും ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് എന്താണ് H2O മോളിക്യൂൾസിനെ നോക്കാം. H2O മോളിക്യൂൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് 3 ഉള്ളൂ. ഒരു സ്ട്രെച്ചിങ് വൈബ്രേഷൻ, എന്താണ്, സിമെട്രിക് വൈബ്രേഷൻ ഇൻ സ്ട്രെച്ചിങ്, അസിമെട്രിക് സ്ട്രെച്ചിങ്, അതുപോലെ തന്നെ ബെൻഡിങ് ഇൻ പ്ലെയിൻ. ഈ 3 ആർക്കുള്ളൂ, നമ്മുടെ H2Oക്കുള്ളൂ. H2Oന്റെ നോക്കാം. ഓക്കെ, ഇത് സെയിം ഡയറക്ഷനിലാണ് പോകുന്നത്. ഇതെന്താണ്, സിമെട്രിക്കൽ അല്ലേ, അപ്പൊ ഇതെന്താണ്, സിമെട്രിക് സ്ട്രെച്ചിങ് ആണ്. സിമെട്രിക് സ്ട്രെച്ചിങ്. പക്ഷേ ഇവരെ ഇത് ഒരേ ലെങ്ത്തിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിലും ഒരു പോയിന്റ് എത്തുമ്പോൾ അവർക്ക് ചെറിയ ലെങ്ത്തിൽ ഡിഫറൻസ് വരും. അപ്പോൾ എന്തായിരിക്കും, ചെറിയ ലെങ്ത്തിൽ ഡിഫറൻസ് വന്നാൽ തന്നെ അവരെന്തായി മാറും, ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരും. സോ ഡൈപോൾ മൊമെന്റ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഓക്കെ, ചേഞ്ച് ഇൻ
ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ചെയ്യും. ഡൈപോൾ മൊമെന്റ് ചേഞ്ച് ആയി എന്ന് പറഞ്ഞാൽ എന്താണ്? ദേ ആർ IR ആക്റ്റീവ് അല്ലേ? ഇനി ഇവർക്ക് രണ്ടാമത്തതാണ് അസിമെട്രിക് സ്ട്രെച്ചിങ്. നോക്കാം. അസിമെട്രിക് സ്ട്രെച്ചിങ് വരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ? എന്താണ്? ഒന്നിന് ലെങ്ത് കൂടുതൽ, ഒന്നിന് ലെങ്ത് കുറവാണ്. അപ്പൊ തന്നെ അവരെന്താണ്? അവർക്ക് ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരൂലേ? കാരണം രണ്ട് ലെങ്ത് ആയാൽ തന്നെ ഡൈപോൾ മൊമെന്റ് ലെങ്ത്തിൽ ചേഞ്ച് വന്നാൽ തന്നെ ഡൈപോൾ മൊമെന്റ് ആയി. അപ്പോൾ അസിമെട്രിക് സ്ട്രെച്ചിങ്. ഓക്കെ, അസിമെട്രിക് സ്ട്രെച്ചിങ്ങിലോ അവർക്ക് ഡൈപോൾ മൊമെന്റ് ഉണ്ടായില്ലേ? ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്, ചേഞ്ചിങ് ലെങ്ത്തിലൊക്കെ ഡിഫറൻസ് വന്നാലും എന്തുണ്ടാകും? ഡൈപോൾ മൊമെന്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ തന്നെ ദേ ആർ IR ആക്ടിവിറ്റി കാണിക്കും. നെക്സ്റ്റ് ആണ് എന്ത്? ഇൻപ്ലെയിൻ. ബെൻഡിങ് ഇൻപ്ലെയിൻ ആണ്. അതെങ്ങനെ നോക്കാം. ബെൻഡിങ് ഇൻപ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്? ഒരു പ്ലെയിനിന്റെ ഉള്ളിലോട്ട് വരുന്നതാണ് ബെൻഡിങ് ഇൻപ്ലെയിൻ. അപ്പൊ അവരെന്ത് ചെയ്യും? ഉള്ളിൽക്കാണ് കാണിക്കാം. ഓക്കെ, ബെൻഡിങ് ഇൻപ്ലെയിനിലോ എന്തായാലും സ്വാഭാവികമായിട്ടും ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ് കാണിക്കും. ഓക്കെ, ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്. അതുകൊണ്ട് തന്നെ അവരെന്താകും? IR ആക്ടിവിറ്റി കാണിക്കും. ദേ ആർ IR ആക്റ്റീവ് ആകും. അപ്പോൾ അതായത് ഉള്ളിലോട്ട് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ദേ ആർ ഷോ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെന്റ്, സോ ദേ ആർ IR ആക്റ്റീവ്. അവർക്ക് IR ആക്ടിവിറ്റി കാണിക്കും. ഇതാണ് H2O-ൻ്റെത് 3 ഓക്കെ, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിന് 4 അപ്പൊ മൊത്തത്തിൽ എടുക്കുമ്പോൾ നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സിമെട്രിക്കൽ സ്ട്രെച്ചിങ്ങിൽ മാത്രമേ എന്ത് കാണിക്കുന്നുള്ളൂ? IR ഇനാക്റ്റീവ് ആയിട്ട് കാണുന്നുള്ളൂ. ബാക്കി എല്ലാത്തിലും എന്താണ്? IR ആക്റ്റീവ് ആണ്. IR ആക്റ്റീവ് ആവാനുള്ള കാരണം എന്താണ്? അവർക്ക് ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് കാണുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ്റെ അപ്പൊ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയില്ലേ? ഡൈപോൾ മൊമെന്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് is 0 ബട്ട് ഇറ്റ്സ് അസിമെട്രിക് സ്ട്രെച്ചിങ് ഈസ് IR ആക്റ്റീവ്. കാരണം എന്താണ്? അവർ ടെമ്പററി ആയിട്ട് അവിടെ എന്തുണ്ട്? ഡൈപോൾ മൊമെന്റ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അസിമെട്രിക് സ്ട്രെച്ചിങ് എന്തായത്? IR ആക്ടിവിറ്റി കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇത് 4 അതുപോലെ ഇത് 3 4 അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിന് 4 വൈബ്രേഷണൽ മോഡ്സും എന്താണ് വാട്ടർ മോളിക്യൂൾസിന് 3 വൈബ്രേഷണൽ മോഡ്സുമാണ് പഠിച്ചത്. അപ്പൊ അതിൽ ഏതൊക്കെയാണ് IR ആക്റ്റീവ്, ഏതൊക്കെയാണ് IR ഇനാക്റ്റീവ് എന്ന് നോക്കണം. എന്തുകൊണ്ടാണ്? ഡൈപോൾ മൊമെന്റിൽ ചേഞ്ച് വരുന്നതുകൊണ്ടാണ് അവർ IR ആക്ടിവിറ്റി കാണിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഇൻസ്ട്രുമെന്റേഷൻ ഓഫ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി. ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിന്റെ ഇൻസ്ട്രുമെന്റേഷൻ. അപ്പൊ എന്താണ്? എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ആദ്യം ഒരു ലൈറ്റ് സോഴ്സ്. നമ്മൾ ഇവിടെ ലൈറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ആരാണ്? ടങ്സ്റ്റൺ ഫിലമെന്റ് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഡിസ്ചാർജ് ട്യൂബ് ആണ് യൂസ് ചെയ്യുന്നത്. എന്ത്? നമ്മുടെ ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഈ ലൈറ്റ് സോഴ്സ് അത് നേരെ എടുക്കാൻ പോകുന്നത് ഒരു മോണോക്രോമാറ്റർ ആണ്. ഇതെന്താണ്? മോണോക്രോമാറ്റർ ആണ്. എന്താണ്? മോണോക്രോമാറ്റർ. ഓക്കെ, ഒരു മോണോക്രോമാറ്റർക്കാണ് പോകുന്നത്. ആ മോണോക്രോമാറ്റർ ആയിട്ട് നമ്മൾ ഇവിടെ എന്താണ് എടുക്കുന്നത്? പ്രിസം ഓർ ഗ്രേറ്റിംഗ്. അപ്പൊ നമ്മൾക്ക് ആദ്യം ഉള്ളത് ലൈറ്റ് സോഴ്സ് ആണ്. ആ ലൈറ്റ് സോഴ്സ് നിന്ന് ലൈറ്റ് എവിടേക്ക് പോകുന്നു? മോണോക്രോമാറ്റർക്ക്. മോണോക്രോമാറ്റർക്ക് എന്തിനാ പോകുന്നത്? ലൈറ്റിൽ നിന്ന് ഒരുപാട് റേസ് വരും അല്ലേ? ഈ റേസിനൊക്കെ ഒരു സിംഗിൾ റേ ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മോണോക്രോമാറ്റർ. അപ്പൊ ഇത് മോണോക്രോമാറ്റർക്ക് പോകും. മോണോക്രോമാറ്റർ നേരെ പോകുന്നത് ബീം സ്പ്ലിറ്റർ. ഇവിടെയാണ് നമ്മുടെ ബീം സ്പ്ലിറ്റർ. ഈ കാണുന്നതാണ് നമ്മുടെ എന്ത്? ബീം സ്പ്ലിറ്റർ. ഓക്കെ, ബീം സ്പ്ലിറ്റർ. ഈ ബീം സ്പ്ലിറ്റർ എന്താ ചെയ്യുന്നത്? നമ്മുടെ മോണോക്രോമാറ്ററിന് വരുന്ന ലൈറ്റ് റേസ് ഉണ്ടല്ലോ, ഈ ലൈറ്റ് റേസിനെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാണ്. ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യുന്നു. ഒന്ന് എവിടേക്ക് പോകും? റെഫറൻസിക്കും പോകും, ഒന്നോ സാമ്പിൾക്കും പോകും. അപ്പൊ എന്തൊക്കെയാണുള്ളത്? ലൈറ്റ് സോഴ്സ് ഉണ്ട്, ഒരു മോണോക്രോമാറ്റർ ഉണ്ട്, ഒരു ബീം സ്പ്ലിറ്റർ ഉണ്ട്, പിന്നെ ഒരു റെഫറൻസും ഒരു സാമ്പിളും ഒരു ഡിറ്റക്ടറും ആണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്സ് എന്തിലുള്ള UV വിസിബിൾ സ്പെക്ട്രോമീറ്റർ അല്ലെങ്കിൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിയിൽ ഉള്ളത്. ഫസ്റ്റ് അപ്പോൾ ലൈറ്റ് സോഴ്സ് ആയിട്ട് ആരാ ഉപയോഗിക്കുന്നത്? ടങ്സ്റ്റൺ ഫിലമെന്റോ അല്ലെങ്കിൽ എന്ത്? ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പ്. അതേപോലെ തന്നെ നമ്മൾ മോഡേൺ ഇൻസ്ട്രുമെന്റ്സിൽ സിനോൺ ഫ്ലാഷ് ലാംപ്സിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ മോണോക്രോമാറ്റർ ആയിട്ട് എന്താ ഉപയോഗിക്കുന്നത്? പ്രിസത്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തിനാണ്? നമ്മൾ ലൈറ്റ് സോഴ്സിന് ഒരുപാട് റേസ് വരും, അതിനൊക്കെ എന്ത് ചെയ്തു? കട്ട് ചെയ്ത് ഒരു സിംഗിൾ റേനെ നമുക്ക് വേണ്ടത്. ആ സിംഗിൾ റേ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മോണോക്രോമാറ്റർ. ആ മോണോക്രോമാറ്റർ വഴി വന്ന ലൈറ്റ് റേ എന്ത് ചെയ്യും? ബീം സ്പ്ലിറ്റർ വഴി സ്പ്ലിറ്റ് ആവും. ഈക്വലി സ്പ്ലിറ്റ് ആയിട്ട് ഒന്ന് റെഫറൻസിക്കും ഒന്ന് സാമ്പിൾക്കും പോകും. ഇതെന്താണ്? റെഫറൻസ്. ഇതോ സാമ്പിൾ. അപ്പോൾ ഒന്ന് റെഫറൻസിക്കും ഒന്ന് സാമ്പിൾക്കും പോകും. റെഫറൻസ് എന്താണ്? റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എന്താണ്? നമ്മുടെ സാമ്പിൾ ആയിട്ട് എടുക്കുന്നത് എന്താണ്? സാമ്പിൾ ഡിസോൾവ്ഡ് ഇൻ
സോൾവെന്റ്സ് ലൈക്ക് വാട്ടർ, എഥനോൾ ആൻഡ് ഹെക്സൈൻ. വാട്ടർ, എഥനോൾ, ഹെക്സൈൻ പോലുള്ളതിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ സാമ്പിൾ എടുക്കുന്നത്. അത് നമ്മൾ എന്താണ്, ഒരു കുഞ്ഞ ക്യൂവെറ്റ്, ടെസ്റ്റ് ട്യൂബിന്റെ ചെറിയൊരു സാധനമാണ് ക്യൂവെറ്റ്. ആ ക്യൂവെറ്റിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, നമ്മുടെ സാമ്പിൾ എടുക്കുന്നത്. റെഫറൻസ് ആയിട്ട് നമ്മൾ എന്തെടുക്കുന്നത്, നമ്മൾ അവിടെ എടുത്ത സോൾവെന്റ് ഉണ്ടല്ലോ അതിന്റെ പ്യുവർ ഫോം, നമ്മളിവിടെ എന്താണ് സാമ്പിളിന് ഡിസോൾവ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഇവിടെ ആ സോൾവെന്റിന്റെ പ്യുവർ ഫോം, വാട്ടർ ആണെങ്കിൽ വാട്ടർ മാത്രം, ഹെക്സൈൻ ആണെങ്കിൽ ഹെക്സൈൻ മാത്രം, എഥനോൾ ആണെങ്കിൽ എഥനോൾ മാത്രമായിട്ടാണ് നമ്മളിവിടെ റെഫറൻസ് എടുക്കുന്നത്. എന്നിട്ട് പിന്നെ ഇവിടെ അതെന്ത് ചെയ്യും, ഈ ഡിറ്റക്ടർക്ക് പോകും. ഈ ഡിറ്റക്ടർ എന്ത് ചെയ്യും, ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ് ലൈറ്റ് സോഴ്സ്, ടെങ്സ്റ്റൺ ഫിലമെന്റ് ഒക്കെ നമ്മൾ ലൈറ്റ് സോഴ്സ് ആയിട്ട് ഉപയോഗിക്കും. മോണോക്രോമാറ്ററിൽ പോയിട്ട് അത് ബീം സ്പ്ലിറ്റ് ചെയ്യും. സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈക്വൽ എമൗണ്ട് ആക്കും. ആ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈക്വൽ എമൗണ്ട്, ഒന്ന് റെഫറൻസിക്കും ഒന്ന് സാമ്പിൾക്കും പോകും. റെഫറൻസ് ആയിട്ട് നമുക്ക് ഇവിടെ പ്യുവർ സോൾവെന്റ് ആണ് എടുക്കുന്നത്. സാമ്പിൾ ആയിട്ടോ ആ സോൾവെന്റിൽ നമ്മൾ സാമ്പിൾ ഡിസോൾവ് ചെയ്തതാണ് എന്ത്, ഇവിടെ സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. പിന്നെ അത് രണ്ടും എന്ത് ചെയ്യും, ഡിറ്റക്ടർക്ക് പോകും. ഡിറ്റക്ടർ എന്താ ചെയ്യുന്നത്, ആ ലൈറ്റിന്റെ ഇന്റൻസിറ്റി മെഷർ ചെയ്യും. അപ്പൊ ഇത് നമ്മൾ പഠിക്കണം. ഓക്കെ, ഇൻസ്ട്രുമെന്റേഷനിൽ എന്തൊക്കെയുള്ളത്, ലൈറ്റ് സോഴ്സ്, മോണോക്രോമീറ്റർ, ബീം സ്പ്ലിറ്റർ, റെഫറൻസ്, സാമ്പിൾ, ഡിറ്റക്ടർ. ഇത്രയാണ് നമ്മളെ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ യു വി വിസിബിൾ അല്ലെങ്കിൽ എന്ത് യു വി വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിലുള്ള പാർട്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ. ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഡിസ്കസ് എനി 3 ആപ്ലിക്കേഷൻസ് ഓഫ് IR സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്, എക്സ്പ്ലെയിൻ ഹൗ വിൽ യു അപ്ലൈ IR സ്പെക്ട്രോസ്കോപ്പി ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പാരാഹൈഡ്രോക്സിഫിനോൾ ആൻഡ് ഓർത്തോഹൈഡ്രോക്സിഫിനോൾ. ഇതെന്താണ്, ഇത് ഇതിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഹൗ IR സ്പെക്ട്രോസ്കോപ്പി ക്യാൻ ബി യൂസ്ഡ് ഫോർ ദ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇന്റർമോളിക്കുലർ ആൻഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രോജൻ ബോണ്ടിങ് വിത്ത് എക്സാമ്പിൾ. ഇതൊക്കെ എന്താണ്, ഇതിന്റെ ആപ്ലിക്കേഷൻസ് എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് നമ്മൾ ആപ്ലിക്കേഷൻ പഠിക്കണം. ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആണ് ഡിറ്റർമിനേഷൻ ഓഫ് ഫോഴ്സ് കോൺസ്റ്റന്റ് ഓഫ് എ ഡയറ്റോമിക് മോളിക്യൂൾ. ഇപ്പോൾ ഡയറ്റോമിക് മോളിക്യൂൾസിന്റെ ഫോഴ്സ് കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ പഠിക്കണം. ചിലപ്പോൾ ഇതിന് പ്രോബ്ലം ചോദിച്ചാലോ. ഇപ്പൊ ഫോഴ്സ് കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് ഇക്വേഷൻ K is equal to 4 pi square mu 0 square mu. ഇതിൽ mu എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്ഡ് മാസ് ആണ്. എന്താണ് റെഡ്യൂസ്ഡ് മാസ്, അത് നമ്മൾ എന്തെങ്കിലും കാണാം, m1 m2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. mu 0 എന്ന് പറഞ്ഞാലോ ഫ്രീക്വൻസി ഇൻ ഹെഡ്സിലായിരിക്കും. ക്വസ്റ്റ്യനിൽ അതിന് നേരെ ഹെഡ്സ് എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. വേറൊരു ഇക്വേഷനും കൂടി ഉണ്ട്, അല്ലെങ്കിൽ K ഈസ് ഈക്വൽ ടു 4 pi സ്ക്വയർ C സ്ക്വയർ ന്യൂ ബാർ സ്ക്വയർ മ്യൂ. അപ്പോ ഇതെപ്പോഴാണ് യൂസ് ചെയ്യുക, ഈ ന്യൂ ബാർ എപ്പോഴാണ് യൂസ് ചെയ്യുക, ന്യൂ ബാർ സ്ക്വയർ വേവ് ലെങ്ത് ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ്. വേവ് ലെങ്ത് ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സ്. ഇത് വേവ് ലെങ്ത് ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സിലാവുമ്പോഴാണ് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇതിൽ ഈ C എന്ന് പറയുന്നത് ആരാണ്, C ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. എന്താണ് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം. ഇതാണ് ഇതിന്റെ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ. എന്ത്, ഫോഴ്സ് കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ. എന്താണ് ഫോഴ്സ് കോൺസ്റ്റന്റ് കാണാനുള്ള ഇക്വേഷൻ, K ഈസ് ഈക്വൽ ടു 4 pi സ്ക്വയർ ന്യൂ സ്ക്വയർ മ്യൂ, അല്ലെങ്കിൽ 4 pi സ്ക്വയർ C സ്ക്വയർ ന്യൂ ബാർ സ്ക്വയർ മ്യൂ. അതിൽ ഈ 4 pi സ്ക്വയർ മ്യൂ 0 സ്ക്വയർ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുക, ഫ്രീക്വൻസി ഇൻ ഹെഡ്സിൽ തരുമ്പോൾ. ഇപ്പൊ C സ്ക്വയർ ന്യൂ ബാർ സ്ക്വയറിനതോ വേവ് ലെങ്ത് ഇൻ സെന്റിമീറ്റർ ഇൻവേഴ്സിൽ തരികയാണെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ, ഹെഡ്സിൽ തരികയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ. അപ്പൊ ഇതാണ് ഇതിന്റെ ഫസ്റ്റത്തെ ആപ്ലിക്കേഷൻ. എന്താണ്, ഡിറ്റർമിനേഷൻ ഓഫ് ഫോഴ്സ് കോൺസ്റ്റന്റ് ഓഫ് എ ഡയറ്റോമിക് മോളിക്യൂൾ. അപ്പൊ സെക്കൻഡത്തതാണ് ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻട്രാമോളിക്കുലർ ആൻഡ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഇന്റർമോളിക്കുലറും ഇൻട്രാമോളിക്കുലറും ഹൈഡ്രജൻ ബോണ്ടിങ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാൻ. അതായത് OH സ്ട്രെച്ചിങ് അപ്പിയേഴ്സ് ഇൻ ദ റേഞ്ച് ഓഫ് 3300 to 3400 സെന്റിമീറ്റർ ഇൻവേഴ്സ്. അപ്പൊ എന്താണ്, OH സ്ട്രെച്ചിങ് ഈ ഒരു റേഞ്ചിലാണ് വരിക എന്തില്, IR സ്പെക്ട്രയില്. അപ്പൊ ഒരു ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഒരു പ്രത്യേകത തന്നെ. എന്താണ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്, എന്താണ് അതിലുള്ള OH സ്ട്രെച്ചിങ് നമ്മൾ ഡൈലൂഷനിൽ ഇട്ടാലൊന്നും എന്തില്ല, ചേഞ്ച് വരൂല. ഫോർ എക്സാമ്പിൾ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പാരാഹൈഡ്രോക്സി അസ്റ്റോഫിനോൺ ഓർത്തോ ഹൈഡ്രോക്സി അസ്റ്റോഫിനോൺ. അപ്പം പാരാഹൈഡ്രോക്സി അസ്റ്റോഫിനോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇതാണ് നമ്മുടെ പാരാഹൈഡ്രോക്സി അസറ്റോഫിനോൾ. ഓക്കെ,
പാരാഹൈഡ്രോക്സി അസിറ്റോഫിനോൺ. ഇതെന്താണ്? പാരാഹൈഡ്രോക്സി അസിറ്റോഫിനോൺ ആണ്. ഓക്കെ, ഇതെന്താണ്? നമ്മൾ ഓർത്തോ ഹൈഡ്രോക്സി അസിറ്റോഫിനോൺ വരക്കാണ്. ഓർത്തോ ഹൈഡ്രോക്സി അസിറ്റോഫിനോൺ. ഓർത്തോ ഹൈഡ്രോക്സി അസിറ്റോഫിനോൺ ആവുമ്പോൾ എന്താണ്? ഇതാണ് ഓർത്തോ ഹൈഡ്രോക്സി അസിറ്റോഫിനോൺ. ഓക്കെ, ഇവിടെ എന്താ വരുന്നത് നോക്ക്. ഇവിടെ ഈ ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറയുന്നത് എവിടെ വരുന്നത്? ഈ രണ്ട് മോളിക്യൂൾസിനും ഇടയിലാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് ഇതിൽ കാണിക്കുക. ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് കാണിക്കുക. ഓക്കെ, ഇവിടെ വിത്തിൻ ദിസ് മോളിക്യൂൾ, ഇതിലുള്ള ഈ മോളിക്യൂളിലല്ലേ ഹൈഡ്രജൻ ബോണ്ടിങ് കാണിക്കുന്നത്. അപ്പൊ ഇതെന്താണ്? ഇതൊരു ഇൻട്രാ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മുടെ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും ഇന്റർ മോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങും കാണുന്നതിനുള്ള രണ്ട് എക്സാമ്പിൾസ്. എന്താ? പാരാഹൈഡ്രോക്സി അസിറ്റോഫിനോണും ഓർത്തോ ഹൈഡ്രോക്സി അസിറ്റോഫിനോൺ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ പാരാഹൈഡ്രോക്സി അസിറ്റോഫിനോണിനെ നമ്മൾ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യും. ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടല്ലോ, ഈ ഹൈഡ്രജൻ ബോണ്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? ഇതിങ്ങനെ വീക്ക് ആവാൻ തുടങ്ങും. വീക്ക് ആയിട്ട് എന്ത് ചെയ്യും? ഇത് ഇങ്ങനെ സെപ്പറേറ്റ് ആവാൻ തുടങ്ങും. ഇതൊരു സെപ്പറേഷനും ഇതൊരു സെപ്പറേറ്റും ആയി രണ്ടായിട്ട് മാറാൻ തുടങ്ങും. പക്ഷെ നമ്മുടെ ഈ ഓർത്തോ ഹൈഡ്രോക്സി അസിറ്റോഫിനോൺ ഡൈലൂഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്തെങ്കിലും ചേഞ്ച് വരുമോ? ഇല്ല, അത് അവിടെ അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇതിനൊരു ചേഞ്ചും വരില്ല. അപ്പൊ ഇത് ചേഞ്ച് ചെയ്യും, ഓർത്തോ ഹൈഡ്രോക്സി ചേഞ്ച് ചെയ്യൂല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് ഇതിനെ രണ്ടിനും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിനെ എന്താണ്? പാരാഹൈഡ്രോക്സി അസിറ്റോഫിനോണിനെ നമ്മൾ ഡൈലൂഷൻ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും? അവരുടെ ഈ ഹൈഡ്രജൻ ബോണ്ട് വീക്ക് ആകും. വീക്ക് ആയിട്ട് അവരെന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. ഓർത്തോ ഹൈഡ്രോക്സിലോ ഇവർ ഹൈഡ്രജൻ ബോണ്ട് വീക്ക് ആവില്ല, അവർ സെപ്പറേറ്റ് ആവില്ല, അവർ അതേപോലെ തന്നെ നിൽക്കും. അപ്പൊ നമുക്ക് അതിന് രണ്ടിനും എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ എന്താണ്? ആപ്ലിക്കേഷൻ. ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അതെന്താണ്? അവർ ഡൈലൂഷനിൽ ഇടുമ്പോൾ പാരാഹൈഡ്രോക്സി മോളിക്യൂൾസ് ഹൈഡ്രജൻ ബോണ്ട് OH സ്ട്രെച്ചിങ് എന്തായി മാറും? വീക്ക് ആവാൻ തുടങ്ങും. വീക്കായിട്ട് അവരെന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ രണ്ട് മോളിക്യൂൾ ആവും. പക്ഷേ ഓർത്തോ ഹൈഡ്രോക്സി ആവുമ്പോഴോ അതിനൊരു ചേഞ്ച് വരില്ല, അത് അവിടെ തന്നെ നിൽക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? ഇത് രണ്ടിനും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്? ഡയറ്റോമോ മോളിക്യൂൾസിന്റെ എന്താണ്? ഫോഴ്സ് കോൺസ്റ്റന്റ്. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അത് തന്നെയാണ്. ഹൗ വിൽ യു അപ്ലൈ IR സ്പെക്ട്രോസ്കോപ്പി ടു ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പാരാഹൈഡ്രോക്സി ആൻഡ് ഓർത്തോ ഹൈഡ്രോക്സി? എങ്ങനെയാണ് നമ്മൾ ഡയലൂഷൻ ചെയ്യുന്ന സമയത്ത് പാരാഹൈഡ്രോക്സി രണ്ടായിട്ട് മാറും, അവരുടെ ഹൈഡ്രജൻ ബോണ്ട് വീക്ക് ആയിട്ട് രണ്ടാകും. ഓർത്തോ ഹൈഡ്രോക്സിലോ ഒന്നും സംഭവിക്കൂല. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ത്? OH സ്ട്രെച്ചിങ് ഫ്രീക്വൻസി എന്താ? ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്ങിന് എന്തില്ല? നോട്ട് ചേഞ്ച്. അപ്പൊ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആർക്കുള്ളത്? പാരാഹൈഡ്രോക്സിക്ക്. ഇന്റർമോളിക്കുലർ ആവുമ്പോൾ അവന് എന്ത് ചെയ്യും? അതിന്റെ ബോണ്ടിന് ഡൈലൂഷനിൽ എന്താ ചേഞ്ച് സംഭവിക്കും. ഇതാണ് അതിന്റെ ആപ്ലിക്കേഷനും, ഇതാണ് അതിന്റെ എക്സാമ്പിളും അതിന്റെ എക്സ്പ്ലനേഷനും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ആണ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ഓർഗാനിക് മോളിക്യൂൾസ്. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തു ഇല്ലേ? അപ്പൊ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മുടെ IR സ്പെക്ട്രോസ്കോപ്പി. എങ്ങനെ? നമ്മൾ IR സ്പെക്ട്രോസ്കോപ്പിയിൽ ഇടുമ്പോൾ ഓരോ ഫങ്ഷണൽ ഗ്രൂപ്പും ഓരോ റേഞ്ചിലാണ് വൈബ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോന്നിന്റെ റേഞ്ചും ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഏത് റേഞ്ചിൽ വരും എന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് മൂന്നാമത്തെ ആപ്ലിക്കേഷൻ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ഓർഗാനിക് മോളിക്യൂൾസ്. അതായത് C ഡബിൾ ബോണ്ട് O 1700 to 1725 സെന്റിമീറ്റർ ഇൻവേഴ്സിലാണ് വൈബ്രേഷൻ കാണിക്കാന്നുണ്ടെങ്കിൽ OHO 3300 to 3500 കാണിക്കാം. അമീനോ 3200 to 3300 കാണിക്കുക. അങ്ങനെ ഓരോന്നിനും ഡിഫറെന്റ് വൈബ്രേഷൻസ് ആണ് എന്തില്ല? IR ഫ്രീക്വൻസിയിൽ. അപ്പൊ എന്താണ് വൈബ്രേഷൻസിലുള്ള ചേഞ്ച് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ 3 ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. ഒന്നെന്താണ്? ടു ഡിറ്റർമിൻ ദ ഫോഴ്സ് കോൺസ്റ്റന്റ് ഓഫ് ഡയറ്റോമിക് മോളിക്യൂൾ. രണ്ടാമത്തതോ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ്. അടുത്തതോ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻ ഓർഗാനിക് മോളിക്യൂൾസിലുള്ള ഫങ്ഷണൽ ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യാൻ. ഇങ്ങനെ 3 നമുക്ക് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് അതൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇത്രയാണ് ഈ പാഠത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.